നമ്മുടെ കണ്ടന്റ് മാത്രമേ നമുക്ക് സിനിമയ്ക്ക് എത്തിക്കാറുള്ളൂ. അപ്പോൾ അതിപ്പോൾ പടം കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നമുക്ക് റെസ്പോൺസ് തരുന്നത്. കാരണം നമ്മുടെ സബ്ജക്റ്റ് ഫാമിലിക്കകത്തുള്ള ഒരു ഇമോഷനാണ്. പക്ഷേ ആ ഇമോഷൻ ആരും ഇതുവരെ ടച്ച് ചെയ്തിട്ടില്ല. ത്രൂ ഔട്ട് ഒരു 2.5 മണിക്കൂർ ഒരു സിനിമയിലും ഫാമിലി ബന്ധത്തിനകത്തുള്ള ഒരു മാറ്റി വെച്ചിരുന്ന ഒരു ഇമോഷൻ. ഒരുപക്ഷെ അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ആ ഇമോഷൻസിൽ മാത്രമാണ് നമ്മുടെ കോർ കണ്ടന്റായിട്ട് നമ്മുടെ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിനകത്തുള്ള ബോണ്ടിങ്ങിനകത്ത് ഈ ഇമോഷൻ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നുള്ള കാര്യം സിനിമ കഴിഞ്ഞ് നിങ്ങൾ കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ദയവേത് എല്ലാവരും സിനിമ കാണുക. സിനിമ കഴിഞ്ഞ് നിങ്ങളുടെ അഭിപ്രായം പറയുക. ഇത്രയും നല്ലൊരു മൂവി ആളുകളിലേക്ക് എത്താതെ പോകരുതെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഭയങ്കരമായിട്ട് സന്തോഷമാണ്. ഭയങ്കരമായി അഭിമാനം തോന്നുന്നു. ഒരുപാട് ഡയറക്ടറും അണിയർ പ്രവർത്തകരും എല്ലാം ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സിനിമയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ തോന്നിയോ മുഴുവൻ കണ്ടപ്പോൾ? എല്ലാവരുടെ വീട്ടിലും നടക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം പല കാര്യങ്ങളും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഹസ്ബൻഡും വൈഫിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ മനസ്സിലുള്ള കാര്യങ്ങൾ പല രീതിയിൽ പ്രോബ്ലം ആക്കിയിട്ടുണ്ട്. എല്ലാവർക്കും കണ്ട പല കാര്യങ്ങളും പല സംഭവങ്ങളും. ഒരുപക്ഷെ വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒത്തിരി പ്രസംഗിക്കുന്ന ഈ സമൂഹം അവരുടെ, അതായത് ഒരു അപ്പനും അമ്മയും കിടന്ന ഒരു പ്രശ്നം രൂപപ്പെടുമ്പോൾ മക്കളുടെ കാര്യങ്ങളെ ചിന്തിക്കാറില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഉണ്ട്. ഇപ്പോൾ പിള്ളേർ യൂസ് ചെയ്യുന്ന ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്നത് അതിനെപ്പറ്റി മക്കളെ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ ഒരു അച്ഛൻ എങ്ങനെയായിരിക്കണം, ഒരു അമ്മ എങ്ങനെയായിരിക്കും, ഒരു ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കണം, എങ്ങനെയാണ് അവർക്ക് റെസ്പെക്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. സാധാരണ ഇങ്ങനത്തെ സബ്ജക്റ്റുകൾ ഇല്ലാതെ വീഡിയോ പടത്തിൻ്റെ കണ്ടന്റ് നല്ലതാണ്. കാരണം ഇപ്പോൾ ഈ ഫാമിലീസ് നടക്കുന്ന കുറേ കിട്ടനായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അവരവരുടേതായ പേഴ്സണൽ കാര്യങ്ങളുണ്ട്. പിന്നെ ഫാമിലീസ് മാത്രമല്ല, ലോങ് റിലേഷൻഷിപ്പിൽ നടക്കുന്ന കാര്യങ്ങളും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, അതാണ് ഇതിൻ്റെ മെയിൻ സംഭവം. ഞാൻ പറഞ്ഞില്ല, ഞാൻ പടം കണ്ടിട്ടില്ല, ഇപ്പോഴാണ് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായതാണ് ലോങ് റിലേഷൻഷിപ്പും അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്തോ ഒരു അഫക്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ് പടത്തിനകത്ത്. ഞാൻ കേൾക്കുന്ന പാട്ടുകളാണ്, ബാക്ക്ഗ്രൗണ്ട്സ് ഉള്ള പാട്ടുകളാണ്. പാട്ടുകൾ നന്നായിട്ട് നന്നായിട്ട് സപ്പോർട്ട് വേണം. ഫസ്റ്റ് വർക്കാണ് മ്യൂസിക് ആൽബം രീതിയിൽ. അപ്പോൾ സപ്പോർട്ട് ഉണ്ടാവണം. ഫസ്റ്റ് മൂവിയാണ്. അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് മൂവി കണ്ടത്. സന്തോഷം. നല്ലൊരു ഡെപ്ത് ഉണ്ട് ഇതിൻ്റെ ഒരു കണ്ടന്റ്. ആക്ച്വലി എനിക്കും പ്രവാസികളുടെ ലൈഫിലൊക്കെ ഉള്ള ഒരു കാര്യമാണ്. എന്നാലും സോങ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന 3 പാട്ടുണ്ട്. ഇംഗ്ലീഷ് സോങ്ങാണ് ഞാൻ പാടിക്കുന്നത്. ഒരു ഇമോഷണൽ ടൈപ്പ് ഫിലിമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ അതിൽ അഭിനയിച്ചിരിക്കുന്നു. അപ്പോൾ പിന്നെ ഞാനെന്താ പറയുക, അഭിപ്രായം എടുക്കും. പടത്തിൻ്റെ ഞാൻ ഹാപ്പിയാണ്. ഭയങ്കര സന്തോഷമുണ്ട്. എങ്ങനെയാണ് അഭിനയിച്ചപ്പോൾ ആ ഒരു അഭിപ്രായം? അഭിനയിച്ചപ്പം നല്ല എൻജോയ് ചെയ്ത് അഭിനയിച്ചു. കുടുംബ പ്രേക്ഷകർ ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്.